കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. നമ്മുടെ സിനിമ, നമ്മുടെ സെക്കൻഡ് ഷോ അന്നയും റസൂലും. അന്ന, എനിക്ക് ഇഷ്ടമാണ്. അവൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഫഹദ് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത്. റസൂൽ അന്നയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നതിനും ഒരു കലയുണ്ട്. നമ്മൾ ഈ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ കാണുന്നത് വളരെ ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കുന്ന കുറേ പ്രണയങ്ങൾ, അല്ലെങ്കിൽ പ്രണയം ഒരുപാട് ഫോർവേഡായിപ്പോയി, പണ്ടത്തെ പോലെ പ്രണയിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മുടെയൊക്കെ ഒത്തിരി പേരുടെയും പ്രണയം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് ആ പ്രണയം. എന്താ, സിമ്പിളായിട്ട് കുറേ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് അയാൾ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെയൊക്കെ ശരിക്കും ഒത്തിരി പ്രണയങ്ങളും സംഭവിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ സിനിമ കുറേ നാച്ചുറലായിട്ടിരിക്കുന്നത്. ഈ ഒരു ഇഷ്ടം പറയുന്നതോടുകൂടി അന്ന എന്ന് പറയുന്ന വ്യക്തി തന്നെ മാറിപ്പോവുക. അതുവരെ നമ്മൾ കാണുന്നുണ്ട് അവൾ ചിരിക്കാത്ത, ഒരുപാട് ദുഃഖമുള്ളിൽ ഒതുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഈ പ്രണയം ആ ചേഞ്ചസ് ഹെർ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനുള്ള സമയമാട്ടോ. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ്, ഇറ്റ് ചേഞ്ചസ് എവ്രിബഡി. ഇറ്റ് ചേഞ്ചസ് മീ, ഇറ്റ് ചേഞ്ചസ് യു, ഇറ്റ് ചേഞ്ചസ് എവ്രിതിങ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു നമ്മൾ അന്നയും റസൂലിനെ കുറിച്ച് പറയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്ന വളരെ സങ്കടമുള്ള ക്യാരക്ടറായിട്ടാണ് അന്നയെ നമ്മളതിൽ കാണുന്നത്. എപ്പോഴും വിഷാദം കലർന്നൊരു മുഖമാണ്. പക്ഷേ ഫഹദ് അവളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം, ഒരാൾ അവളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും ഉണ്ട് എന്ന് തോന്നിയതിന് ശേഷം അവൾ തന്നെ മാറുകയാണ്. അവൾ ജോലിക്ക് പോകാൻ നേരത്ത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നതും പൊട്ട് തൊടുന്നതും ചിരിക്കുന്നതും എല്ലാം, അതെല്ലാം ശരിക്കും നമ്മളും എല്ലാം ചെയ്യുന്നതാണ്. ഇഷ്ടം തോന്നിക്കഴിയുമ്പോൾ, ജീവിതത്തിലൊക്കെ ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിവതും ട്രൈ ചെയ്യും സന്തോഷമായിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മാക്സിമം സുന്ദരിയായിട്ട് അയാളുടെ മുന്നിൽ ചെല്ലാനായിട്ട്. ഇല്ലേ, നമ്മളെല്ലാം അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്ന പിന്നെ വേറൊരു ലോകത്തിലാണ്. അവൾക്ക് ചുറ്റും നടക്കുന്നതെല്ലാം ഭംഗിയായിട്ട്, ഞാനിപ്പോഴും പറയുന്ന പോലെ മനോഹരമായിട്ടാണ് തോന്നുന്നത്. ഫഹദും അവളും തമ്മിൽ പിന്നെ കണ്ടുമുട്ടേണ്ട ഒരു സമയത്ത് ഷീ ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് ഹിം, അല്ലെങ്കിൽ അവനെ പനി പിടിച്ച് കിടക്കുക. സോ ഷീ കാൻ മീറ്റ് ഹിം. ആ സമയത്ത് അവളുടെ വിഷമമെല്ലാം അന്ന് രാത്രി അവളൊരു മെസ്സേജും അയക്കുന്നു. ക്ലബ് എഫ്എമ്മിലെ ദ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അധികം സംസാരങ്ങളില്ലാതെ പ്രണയം കാണിക്കുന്നൊരു സിനിമ, അതായിരുന്നു അന്നയും റസൂലും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. അതിൽ അന്ന എന്ന് പറയുന്ന ആ കുട്ടി അധികം സംസാരിക്കുന്നുമില്ല, അവളുടെ പ്രണയം പറയുകയോ അങ്ങനെ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവനെ കാണാതിരിക്കുമ്പോൾ അവളൊരു ബ്ലാങ്ക് മെസ്സേജ് അവൻ അയക്കുന്നുണ്ട്. ആ മെസ്സേജ് കിട്ടുമ്പോൾ അവനവളെ കാണാനായിട്ട് ഓടി വരിക. മെസ്സേജ് കിട്ടി കേട്ടോ, എന്തൊന്നും പറയുന്നത്? ഓ, എനിക്കിഷ്ടമാണല്ലേ, എന്തിനൊന്നും പറയുന്നു? പറയാം. എപ്പോ? പിന്നെ എപ്പോ? ഉച്ചയ്ക്ക്. അവൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം. വേണ്ട, ഞാൻ വിളിക്കാം. 3 എന്ന് പറയുന്ന മൂവിയിൽ ധനുഷ് വന്നിട്ട് ശ്രുതി ഹാസൻ്റെ അടുത്ത് ഇഷ്ടമാണോ ഇപ്പം തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോന്നും പറയാത്തേ, ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. ഈ പ്രണയം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചിന്തയിലാണ് നമ്മളെല്ലാവരും. ഇഷ്ടമായിരിക്കുമോ, ഇഷ്ടമായിരിക്കുമല്ലേ, എന്താ തിരിച്ച് പറയാത്തെ, ഇനിയിപ്പോൾ എന്താ പറയുക, അതറിയുന്നവരുള്ളൊരു ടെൻഷനുണ്ടല്ലോ. പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല, അതൊരിക്കലെങ്കിലും അനുഭവിക്കണം. നിങ്ങളുടെ മെസ്സേജസ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് അയക്കാം. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. അന്നയും റസൂലിലും ഞാൻ പറഞ്ഞില്ലേ, അധികം സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ് അന്ന. ഈവൻ റസൂലാണെങ്കിലും അനാവശ്യമായൊരു സംസാരമൊന്നും അവൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. രണ്ടുപേരും ചേർന്ന് പോകുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ അവൾക്ക് അവൻ ഇഷ്ടമാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതിനിടയിൽ വേറൊരു ഉത്തരവൊന്നും പറയാതെ, ഉത്തരം പറയാതെ എന്നല്ല, ആദ്യം അവൾ പറഞ്ഞു ഇത് ശരിയാവില്ല, എനിക്ക് പേടിയാണ്, നമ്മൾ 2 ജാതിയാണ്, ഇത് ശരിയാവില്ല എന്നെല്ലാം അറിയിച്ചു. പക്ഷെ അവൾ അതിനിടയിൽ വിളിച്ചിട്ട് ഷീ സേസ് നാളെ നമുക്കൊരു സ്ഥലം വരെ പോകണം. പോവാലോ, എങ്ങോട്ടാണ്? പിന്നെ പറയാം. ആ സമയത്ത് ഈ ഭൂമിയുടെ അറ്റത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമല്ലേ. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവുക, അയാളോടൊപ്പമായിരിക്കുക, അതെല്ലാം സന്തോഷം തരുന്ന കാര്യമാണ്. എത്രത്തോളം അയാളുടെ അടുത്തിരിക്കാവോ അത്രത്തോളം അയാളുടെ അടുത്താകാൻ നമ്മൾ ശ്രമിക്കും. എത്ര ദൂരം പോകാമോ അത്ര ദൂരം പോകാനായിട്ട് നമ്മൾ നോക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ലവ്. വി ആർ ഇൻ ലവ്. വി വോണ്ട് ടു ബി വിത്ത് ദാറ്റ് പേഴ്സൺ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്.